ലഹരി കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച ഷൈൻ ടോം ചാക്കോയെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്ന് ചാനലുകൾ വാർത്ത പുറത്തുവിട്ടത് ഇക്കഴിഞ്ഞ ഏപ്രിലാണ്. അറസ്റ്റ് ഉണ്ടായിട്ടില്ലെന്നും തെളിവുകൾ ശേഖരിക്കുന്നുള്ളൂ എന്നും കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ തന്നെ ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞെങ്കിലും പറ്റിയ അബദ്ധം പുറത്തറിയിക്കാതിരിക്കാൻ അതെല്ലാവരും ചേർന്ന് മുക്കി. അമിതാവേശത്തിൽ ചാനലുകൾക്ക് പറ്റിയ ഈ അബദ്ധം പുറത്തു വന്നെങ്കിലും ഇന്ന് വരെ ഈ പിഴവ് ആരും തിരുത്തിയിട്ടില്ല. 2 മാസത്തിനിപ്പുറം ഇതേ അബദ്ധം ആവർത്തിച്ചിരിക്കുന്നു. മഞ്ഞുമ്മൽ ബോയ്സ് സിനിമയുടെ കേസിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച സൗബിൻ ഷാഹിറിനെ അറസ്റ്റ് ചെയ്തുവെന്നായിരുന്നു ചൊവ്വാഴ്ചത്തെ വലിയ ബ്രേക്കിംഗ് ന്യൂസ്. പ്രമുഖ പത്രങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഈ ചാനലുകൾ കോപ്പിയടിച്ചു. സ്വന്തം റിപ്പോർട്ടർമാരെ ഫീൽഡിലയച്ച് എല്ലാം നേരിട്ട് പരിശോധിച്ച് ഉറപ്പാക്കി മാത്രം റിപ്പോർട്ട് ചെയ്യുമെന്ന് ഈയിടെ വൻ പരസ്യം ചെയ്ത മലയാളം മനോരമ കൂടാതെ മാതൃഭൂമി എന്നിങ്ങനെ മുഖ്യധാരക്കാരുടെ എല്ലാ ഓൺലൈനുകൾ അതേപടി ഈ വ്യാജ വാർത്ത ഏറ്റെടുത്തു. മണിക്കൂറുകൾക്ക് ശേഷം സൗബിൻ ഷാഹിർ പുറത്തു വന്ന് അദ്ദേഹത്തിന് തന്നെ കാര്യങ്ങൾ വിശദീകരിക്കേണ്ടി വന്നു. പോലീസ് തന്നെ അറസ്റ്റ് ചെയ്തിട്ടില്ല എന്ന്. ഇതിൻ്റെ വീഡിയോ ചാനലുകളുടെ എല്ലാം യൂട്യൂബിൽ ഇപ്പോഴുമുണ്ട്. അറസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല, നമ്മുടെ കയ്യിലുള്ള രേഖകളെല്ലാം കൊടുത്തിട്ടുണ്ട്, വേറൊരു തെറ്റിദ്ധാരണയും അവർക്ക് ഉണ്ടായിട്ടില്ല എന്നാണ് സൗബിൻ വിശദീകരിച്ചത്. അറസ്റ്റ് ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമായതോടെ പഴിയെല്ലാം പോലീസിന്റെ തലയിലിട്ടാണ് ചാനലുകൾ തിരുത്തിയത്. അറസ്റ്റ് ചെയ്തുവെന്ന് പോലീസ് നേരത്തെ അറിയിച്ചെന്നും എന്നാൽ പിന്നീട് പോലീസ് തിരുത്തിയെന്നുമാണ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. അതിന് 2 മണിക്കൂർ മുമ്പത്തെ അറസ്റ്റ് ചെയ്തുവെന്നുള്ള വിശദീകരിക്കുന്ന റിപ്പോർട്ടുകൾ, ലൈവുകൾ ഇപ്പോഴും യൂട്യൂബിൽ കാണാം. ഓൺലൈനിൽ ചിലരാകട്ടെ ആദ്യം വാർത്ത എഡിറ്റ് ചെയ്ത് അറസ്റ്റ് ചെയ്തിട്ടില്ലെന്ന് പോലീസ് അറിയിച്ചു എന്ന മട്ടിൽ നിഷ്കളങ്കമായി വിശദീകരിച്ച് കൈകഴുകി. എന്നാൽ ലിങ്കിൽ ഇപ്പോഴും ആദ്യം അപ്ലോഡ് ചെയ്ത അതേ അറസ്റ്റ് വാർത്തയുടെ തലക്കെട്ട് കാണാം. ദേശാഭിമാനി പോലെ ചിലരാകട്ടെ ആദ്യ വാർത്ത പൂർണ്ണമായി പിൻവലിച്ചതായി ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മനസ്സിലാകും. പഴയ സിനിമകളിലെ പോലെ യു ആർ അണ്ടർ അറസ്റ്റ് എന്ന് പ്രതിയെ നോക്കി തൊണ്ട പൊട്ടി വിളിച്ചു പറയുന്നതല്ല അറസ്റ്റെന്നും അത് ഒട്ടേറെ നടപടിക്രമങ്ങളിലൂടെ കടന്നുപോയി കോടതിയെ വരെ അറിയിച്ച് ചെയ്യുന്ന പ്രക്രിയയാണെന്നും ഒരിക്കൽ ചെയ്താൽ പിന്നെ തിരുത്താൻ കഴിയില്ല എന്നുമുള്ള വസ്തുത പ്രേക്ഷകർക്ക് അറിയില്ല എന്ന മട്ടിലാണ് ഇവർ പറഞ്ഞൊഴിയാനുള്ള ശ്രമം നടത്തുന്നത്. ആവർത്തിക്കുന്ന ഇത്തരം അബദ്ധങ്ങൾക്ക് കാരണം ചാനലുകൾ തമ്മിലുള്ള മത്സരമാണെന്ന് വ്യക്തമാണ്. ആദ്യം വാർത്ത നൽകാൻ തലപ്പത്തു നിന്നുള്ള സമ്മർദ്ദം ഫീൽഡിലുള്ള റിപ്പോർട്ടർമാർക്ക് പലപ്പോഴും താങ്ങാനാവില്ല. ഒരു ചാനൽ ബ്രേക്കിംഗ് ന്യൂസ് അടിച്ചാൽ അത് അബദ്ധമാണോ എന്ന് പോലും പരിശോധിക്കാതെയാണ് കോപ്പി അടിച്ചാണ് ഇപ്പോൾ പതിവായിട്ട് പ്രസിദ്ധീകരിക്കുന്നത്. ഫീൽഡിൽ നിൽക്കുന്ന റിപ്പോർട്ടറോട് പോലും ചോദിക്കാതെയാണ് ഈ പരിപാടി നടത്തുന്നതെങ്കിലും അബദ്ധമായാൽ പഴിയെല്ലാം റിപ്പോർട്ടർമാർക്കാകും എന്ന സ്ഥിതിയുമുണ്ട്. മലയാളം ചാനലുകളെ വിശ്വസിച്ച് വാർത്ത ഏറ്റെടുത്ത ദേശീയ മാധ്യമങ്ങളും മറ്റ് ഭാഷാ മാധ്യമങ്ങളും പുലിവാലി പിടിച്ചു. ചിലരെല്ലാം പിന്നീട് തിരുത്തിയെങ്കിലും മലയാളത്തിലേതുപോലെ പഴയ വാർത്ത മുക്കി മിടുക്കരാകാൻ ശ്രമിച്ചില്ല. ഉത്തരവാദിത്വം പോലീസിന്റെ തലയിലിട്ട് കൈ കഴുകാനും ശ്രമിച്ചില്ല. ഇവിടെയാണ് വ്യത്യസ്ത മാധ്യമങ്ങളുടെ നിലപാടുകൾ വ്യക്തമാകുന്നത്. ബാർക്ക് റേറ്റിംഗും അതോടൊപ്പമുള്ള പുതിയ പരീക്ഷണങ്ങളും എല്ലാം ഇപ്പോൾ വലിയ തോതിൽ ചർച്ചയാകുന്ന ഘട്ടത്തിൽ പല പ്രമുഖ ചാനലുകളും താഴേക്ക് വരികയും മുകളിലേക്ക് പോകുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട്. സർക്കാർ വിരുദ്ധ വാർത്തകൾ വലിയ തോതിൽ പ്രസിദ്ധീകരിച്ചതോടെ ഏഷ്യാനെറ്റ് ന്യൂസ് ഇത്തവണ ബാർക്ക് റിപ്പോർട്ടിൽ 1-ാം സ്ഥാനത്തെത്തി. 1-ാം സ്ഥാനത്തുണ്ടായിരുന്ന റിപ്പോർട്ടർ ചാനലിനെ 3-ാം സ്ഥാനത്തേക്ക് തള്ളിക്കൊണ്ടാണ് ഇവർ കയറി വന്നത്. 24 ആകട്ടെ 2-ാം സ്ഥാനത്ത് തുടരുന്നുമുണ്ട്. ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് മാധ്യമങ്ങൾക്കിടയിലെ കിടമത്സരം പലപ്പോഴും അനാരോഗ്യകരമായ വലിയ വലിയ പ്രശ്നങ്ങളിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരു വാർത്തയിലൂടെ വിവസ്ത്രയാക്കപ്പെടുന്ന ഒരാൾക്ക് ഒരിക്കലും വസ്ത്രം ലഭിച്ചാൽ പോലും അവർ വസ്ത്രം ലഭിച്ചു എന്ന് സമർത്ഥിക്കാറില്ല, അതുമല്ലെങ്കിൽ അവർ പറയാറില്ല. ഇതെല്ലാം വലിയ തോതിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകും. യഥാർത്ഥത്തിലുള്ള മാധ്യമപ്രവർത്തനം ഇവിടെ എങ്ങും തൊടാതെ വലിയ തോതിൽ കൊഴിഞ്ഞു പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ എത്തിക്കും. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു വാർത്ത വേഗത്തിൽ നൽകുന്നതിനേക്കാൾ ഉപരി സത്യസന്ധമായ കൃത്യതയായ വാർത്തകൾ അവതരിപ്പിക്കുന്നതിനാണ്. നമ്മളെ വിശ്വസിക്കുന്ന ഒരു സമൂഹം നമുക്ക് ചുറ്റുമുണ്ട് എന്നുള്ള വ്യക്തമായ ഒരു തോന്നലെങ്കിലും ഈ ദൈവത്തിൻ്റെ സ്വന്തം നാടായ കേരളത്തിലെ മാധ്യമങ്ങൾക്കും മാധ്യമപ്രവർത്തകർക്കും ഉണ്ടാകണം.